എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ ഒരു പാറയുടെ പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും. പിന്നെ എൻ്റെ കൈ നീക്കും, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാവതല്ല എന്നും യഹോവ അരുളിച്ചെയ്തു. പുറപ്പാട് 33:21 മുതൽ 23 വരെ. അദൃശ്യനായ ദൈവത്തെ ആർക്കും കാണുവാൻ സാധിക്കുകയില്ല. ഒരു ചെറിയ അളവിൽ ദൈവത്തിൻ്റെ തേജസ് കണ്ടവനാണ് മോശ. മോശയുടെ ആഗ്രഹപ്രകാരം ദൈവത്തെ കാണുവാൻ ദൈവം മോശയെ ഒരു പാറയുടെ പിളർപ്പിൽ നിൽക്കുവാൻ പറഞ്ഞു. ദൈവത്തിൻ്റെ തേജസ് അതുവഴി കടന്നു പോയപ്പോൾ പാറയുടെ പിളർപ്പിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ പിൻഭാഗത്തെ തേജസ് കണ്ടു. ഈ ഭയങ്കരനായ ദൈവത്തെ നേരിട്ട് കാണുവാൻ ആർക്കും കഴിയുകയില്ല. മോശ ദൈവത്തെ കണ്ട പാറയുടെ പിളർപ്പ് യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിനെ കാണിക്കുന്നു. ആ പാറയാണ് നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ടത്. പിളർക്കപ്പെട്ട പാറയായ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ടു. അങ്ങനെ നമുക്ക് പിതാവിനെ കാണുവാൻ വഴിയൊരുക്കി. നമുക്ക് വഴിയൊരുക്കിയ ക്രിസ്തുവിൽ കൂടി പിതാവായ ദൈവത്തെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം.